ലേണേഴ്സ് ഹബിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ചാപ്റ്റർ 6 ആയ ബാങ്കിങ് അക്കൗണ്ടിങ് ഫോർ ബാങ്കിങ് കമ്പനീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഒരു ബാങ്ക് എന്നും ബാങ്കിന്റെ ഒരു ജനറൽ ആയിട്ടുള്ള മീനിങ് ഒന്ന് നോക്കാം. അപ്പോൾ ബാങ്ക് എന്ന് പറയുന്നത് എ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻഗേജ്ഡ് ഇൻ ബാങ്കിങ് ബിസിനസ്സസ്. അതായത് ബാങ്ക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എങ്ങനത്തെയാണ്? ബാങ്കിങ് നേച്ചറിലുള്ള ആക്ടിവിറ്റീസ് ആണ്. അതായത് ആക്സെപ്റ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ്സും ഈ ഡെപ്പോസിറ്റ്സിനെ ക്രെഡിറ്റ് ആയിട്ട് ബാക്കിയുള്ളവർക്ക് ലെൻഡ് ചെയ്യുന്ന ബിസിനസ് ആണ് ബാങ്കിങ് ബിസിനസ് എന്ന് പറഞ്ഞ് ഇത് നമുക്ക് ജനറലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടേം. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നത് ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി. ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്ക് നമ്മുടെ ഒരു ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ബാങ്കിലാണ് നമ്മൾ നമ്മുടെ മണി ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ബാങ്ക് എന്ന ഏജന്റിലൂടെയാണ് നമുക്ക് മണി നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതും. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നതാണ് ഇറ്റ് ഡീൽസ് ഇൻ മണി ആൻഡ് ക്രെഡിറ്റ്. അപ്പൊ ബാങ്കിന്റെ മെയിൻ രണ്ട് ആസ്പെക്ട്സ് ആണ് മണി എന്നുള്ളതും ക്രെഡിറ്റ് എന്നുള്ളതും. മണി അത് കളക്ട് ചെയ്യുന്നത് പബ്ലിക്കിൽ നിന്നാണ്. അതുപോലെ ഇതേ മണീനെയാണ് ക്രെഡിറ്റിന്റെ രൂപത്തിൽ പബ്ലിക്കിന് ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതും. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്നതാണ് ഡീൽസ് വിത്ത് അതർ പീപ്പിൾസ് മണി. ബാങ്ക് മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് സ്വന്തമായിട്ട് പൈസ അടിച്ചിറക്കിയിട്ടല്ല. പൈസ കറൻസി പ്രിന്റ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ RBIക്കാണ് കൺട്രോൾ ഉള്ളത്. അപ്പോൾ ബാക്കി ബാങ്കുകൾ എന്ത് ചെയ്യും? ബാക്കി ബാങ്കുകൾ വേറെ മറ്റാൾക്കാരുടെ പണം അതർ പീപ്പിൾസ് മണി ഡെപ്പോസിറ്റ്സ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് അത് റീയൂട്ടിലൈസ് ചെയ്ത് ക്രെഡിറ്റ് ആയിട്ട് വേറെയുള്ളവർക്ക് കൊടുക്കുക. അപ്പൊ അവരുടെ ഡെപ്പോസിറ്റ്സ് കിട്ടും. അങ്ങനെ നമ്മുടെ എക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കറൻസിയുടെ ഒരു സർക്കുലേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ബാങ്ക്. പിന്നെ ഇറ്റ് കളക്ട്സ് ദ സേവിങ്സ് ഓഫ് സം പീപ്പിൾ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിനെ തന്നെയാണ് ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് കളക്ട്സ് ദ സേവിങ്സ് ഓഫ് സം പീപ്പിൾ ആൻഡ് ഗിവ്സ് ദ മണി ടു ദോസ് ഹു ആർ ഇൻ നീഡ് ഓഫ് ഇറ്റ്. അപ്പോൾ കടത്തിന് ആവശ്യമുള്ളവർക്ക് ബാക്കിയുള്ളവരുടെ നിന്ന് എടുത്ത് അതിന്റെ ഒരു ഭാഗം ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ആര്? ബാങ്ക്. പിന്നെ ഇറ്റ് ഈസ് ദ മാനുഫാക്ചറർ ഓഫ് മണി മാനുഫാക്ചറിങ്. ഞാൻ പറഞ്ഞു RBI ആണ് കറൻസി നമുക്ക് പ്രിന്റ് ചെയ്ത് നമ്മുടെ എക്കോണമിയിൽ റൺ ചെയ്യുന്നതും കറൻസിനെ കൺട്രോൾ ചെയ്യുന്നതും. അപ്പോൾ മാനുഫാക്ചർ ഓഫ് മണി കൂടിയാണ് ആര്? ബാങ്ക്. ഇറ്റ് മാനുഫാക്ചേഴ്സ് ക്രെഡിറ്റ്സ് ആൻഡ് സെൽ ഇറ്റ്. അപ്പൊ ഈ മണി ഉപയോഗിച്ച് ഇത് മാനുഫാക്ചർ ചെയ്യുന്ന മണിയും ഡെപ്പോസിറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന മണിയും കൂടി എന്തിന്റെ രൂപത്തിൽ? ക്രെഡിറ്റ് ആയിട്ട്, കടം കൂടി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബാക്കിയുള്ളവർക്ക് സെല്ല് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് കടമായിട്ട് നമ്മൾ കൊടുക്കുന്നു, മേടിക്കുന്നു. അതിന് എന്തുണ്ട്? സർവീസ് ചാർജസ്, അതുപോലെ ഇൻട്രസ്റ്റ്. അപ്പൊ അതൊരു രീതിയിൽ ഒരു സെയിൽസ് ആയിട്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോയിന്റിൽ അത് ഇന്റർപ്രറ്റ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നതാണ് ബാങ്കിനുള്ള ഒരു വേറെ നെയിം, അതായത് ഫാക്ടറി ഓഫ് ക്രെഡിറ്റ്. അതായത് ബാങ്കിലൂടെയാണ് ക്രെഡിറ്റ് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ബാങ്കിനെ ഒരു ഫാക്ടറി ഓഫ് ക്രെഡിറ്റ് എന്ന് കൂടി ഇവിടെ നമ്മൾ വിശേഷിപ്പിക്കുകയാണ്. ഇനി ബാങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന്റെ ഫംഗ്ഷൻ ഈ ലാസ്റ്റ് പോയിന്റിലാണ് പറയുന്നത്. ഡെപ്പോസിറ്റ്സ് ഇൻ, ക്രെഡിറ്റ്സ് ഔട്ട്. ഇതാണ് ബാങ്കിന്റെ ഒറ്റ ഒരു ഫംഗ്ഷൻ. ഡെപ്പോസിറ്റ്സ് എടുക്കുക, ക്രെഡിറ്റ് കൊടുക്കുക. അപ്പൊ നമുക്കൊന്ന് ടോട്ടലായിട്ട് നോക്കാം ബാങ്കിന്റെ മീനിങ് നമ്മളിപ്പോ എന്തോരം നോക്കിന്ന്. അപ്പൊ ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, എൻഗേജ് ചെയ്യുന്നത് ബാങ്കിങ് ബിസിനസ്സിലാണ്. ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി ആണ്, നമ്മുടെ ഏജന്റ് ആയിട്ട് അത് ആക്ട് ചെയ്യണം. മണി ആൻഡ് ക്രെഡിറ്റ് ആണ് ബാങ്ക് മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത്. അതും ആരുടെ മണിയാണ്? മറ്റുള്ളവരുടെ, അതർ പീപ്പിൾസ് മണിയാണ് അത് ഡീൽ ചെയ്യുന്നത്. പിന്നെ ഈ മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സ് ഓഫ് സം പീപ്പിൾ, ആരുടെയൊക്കെയോ സേവിങ്സ്, അതായത് അവർ സേവ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, അതപ്പോൾ നമ്മൾ ലെൻഡ് ഔട്ട് ചെയ്തു, ക്രെഡിറ്റിന്റെ രൂപത്തിൽ ബാങ്ക് കൊടുത്തു. അപ്പൊ പിന്നെ മറ്റ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് ബാങ്ക് മാനുഫാക്ചറർ ഓഫ് മണിയാണ്, ക്രെഡിറ്റ് ആണ് അത് സെൽ ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ നിക് നെയിം കിട്ടിയിരിക്കുന്നത് ഫാക്ടറി ഓഫ് ക്രെഡിറ്റ് എന്നാണ്. ബാങ്കിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ്സ് ഇൻ, ക്രെഡിറ്റ്സ് ഔട്ട്. ഇതൊക്കെയാണ് ബാങ്കിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു മീനിങ്. ഇനി നമുക്ക് എങ്ങനെയാണ് ബാങ്കിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഡെഫിനേഷൻ ഓഫ് ബാങ്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അക്കോർഡിംഗ് ടു ഹോറസ് വൈറ്റ്, പുള്ളി ഒരു ജേർണലിസ്റ്റ് ആണ്, ആളുടെ ഡെഫിനേഷൻ ആണ് നമുക്ക് ഫസ്റ്റിനുള്ളത്. അപ്പൊ ആള് പറയുന്നത് ബാങ്ക് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വെർ മണി ഈസ് ഡെൽറ്റ് and the mechanism for transferring funds. അപ്പോൾ ബാങ്ക് is an institution where
മണി ഈസ് ഡെൽറ്റ് ആൻഡ് ദ മെക്കാനിസം ഫോർ ട്രാൻസ്ഫറിങ് ഫണ്ട്സ്. ബാങ്ക് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്താണ്, മണിയാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. മണി ഡെപ്പോസിറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു, ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ ഫണ്ടുകൾ ബാക്കിയുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യാനും നമ്മുടെ ഫണ്ടുകളെ പല സ്ഥലത്തേക്ക് ആയിട്ട് നീക്കാനും നമുക്ക് എന്തിലൂടെ പറ്റും, ബാങ്കിലൂടെ പറ്റും. അതാണ് നമുക്ക് ഇവിടെ ഹോറസ് വൈറ്റ് ആളുടെ ഡെഫിനേഷനിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന രണ്ട് മെയിൻ പോയിന്റ്സ്. അപ്പൊ ഈ ഒരു ഡെഫിനേഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് പോയിന്റ്സ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതിൽ ഒന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ മണി ഈസ് ഡെൽറ്റ് ആൻഡ് മെക്കാനിസം ഫോർ ട്രാൻസ്ഫറിങ് ഫണ്ട്. അതാണ് അതിലെ രണ്ട് മെയിൻ ആസ്പെക്ട്സ്. ഇനി ബാങ്കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യയിലെ ആക്ട് ഉണ്ട്. അതാണ് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് ഓഫ് 1949. അപ്പോൾ ഒരു ബാങ്ക് സൃഷ്ടിക്കാനും ആ ബാങ്കിന്റെ ആക്ടിവിറ്റീസും അതിൻ്റെ നിയമങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ലോ ആണ് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് 1949. അപ്പോൾ ഈ 1949 ബാങ്ക് സെക്ഷൻ 5 സബ് ക്ലോസ് ബിയിലാണ് ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സെപ്റ്റിംഗ് ഫോർ ദ പേർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഓഫ് മണി. അതായത് ഫണ്ട് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്തിനാ, മറ്റുള്ളവർക്ക് ലെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്, അതായത് അതേ മണി ഇൻവെസ്റ്റ് ചെയ്യാനോ ഉള്ള പർപ്പസിന് വേണ്ടി ഫണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ബാങ്ക്. അത് ആരിൽ നിന്നാണ് ഫണ്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത്, പബ്ലിക്കിൽ നിന്ന് ഫണ്ട് ആക്സെപ്റ്റ് ചെയ്ത് ആ ഫണ്ടിനെ മറ്റു പബ്ലിക്കിനല്ല വേറെ ഒരു വിഭാഗത്തിന് ലെൻഡ് ചെയ്യുകയോ അത് ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഒരാളാണ് ബാങ്ക്. ഇനി ഈ പബ്ലിക്കിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന മണി ഒരു നിശ്ചിത കാലത്തേക്കല്ല, അതായത് പബ്ലിക്കിന് എന്ന് ആവശ്യമുണ്ടോ അപ്പോൾ തന്നെ തിരിച്ചു കൊടുക്കണം. അതാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. മണി ഫ്രം ദ പബ്ലിക് ഓൺ ഡിമാൻഡ്, റീപേയബിൾ ഓൺ ഡിമാൻഡ്. അതായത് പബ്ലിക്കിൽ ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ ഒന്ന് 10,000 തന്നു കഴിഞ്ഞാൽ ആള് പിറ്റേ ദിവസം വന്ന് ഈ 10,000 ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, അത് എടുത്തു കൊടുക്കണം. അങ്ങനെ ആയിരിക്കണം ബാങ്കിന്റെയും ഫംഗ്ഷനിങ്. അല്ലാതെ ഇന്ന് വന്ന് ഫണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ തരാനില്ല എന്ന് പറയാനുള്ള അവകാശം ആർക്കില്ല, ബാങ്കിനില്ല. അപ്പൊ ഈ ഫണ്ട് റീപേയബിൾ ഓൺ ഡിമാൻഡ് ആണ്. അതുപോലെ ഇത് ചെക്കിലൂടെയോ ഡ്രാഫ്റ്റിലൂടെയോ ഓർഡറിലൂടെയോ അതർവൈസ് ഉദ്ദേശിക്കുന്നത് മറ്റ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആവാം, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അങ്ങനെ ഏതെങ്കിലും ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് വിഡ്രോ ചെയ്യാവുന്നതാണ്. അതാണ് ബാങ്കിങ് റെഗുലേഷൻസ് ആക്ടിലുള്ള ഡെഫിനിഷൻ. അപ്പോൾ ആ ഡെഫിനിഷനിൽ പറയുന്നത് എന്താ, ആക്സെപ്റ്റിംഗ് ഫോർ ദ പേർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റിംഗ് ഓഫ് ഡെപ്പോസിറ്റ് ഓഫ് മണി. ആരുടെ മണി, ഫ്രം ദ പബ്ലിക്, റീപേയബിൾ ഓൺ ഡിമാൻഡ്, അതർവൈസ് വിഡ്രോവൽ ബൈ ചെക്ക്, ഡ്രാഫ്റ്റ് ഓർ അതർവൈസ്. അപ്പോൾ ഈ ലെൻഡ് ചെയ്ത മണി എങ്ങനെയാണ്, റീപേയബിൾ ഓൺ ഡിമാൻഡ് ആണ്. ആവശ്യപ്പെടുമ്പോൾ അത് തിരിച്ചു നൽകണം. അത് ഏത് മെത്തേഡ് ഉപയോഗിച്ചാവാം, ചെക്കായിട്ടാവാം, ഡ്രാഫ്റ്റ് ആയിട്ടാവാം, അല്ല വേറെ ഏതെങ്കിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആയിട്ടും നമുക്കത് കൊടുക്കേണ്ടി വരാം. ഇനി നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ ബുക്സ് മെയിൻറ്റെയിൻഡ് ബൈ ബാങ്ക്സ്. അപ്പോൾ ബാങ്ക് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, അതിന് അക്കൗണ്ടിങ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് റിവോൾവ് ചെയ്യുന്നത് എന്തുമ്മയാണ്, ജേർണൽസ്, ലെഡ്ജേഴ്സ്, അതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുമാണ്. അപ്പോൾ അതുപോലെ ബാങ്കിനും കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും കുറച്ച് ബുക്സും ഉണ്ട്. അപ്പോൾ ഈ ബാങ്കിങ്ങിന്റെ ബുക്സിനെ നമ്മൾ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് പ്രൈമറി ബുക്സ്, പിന്നെ സബ്സിഡിയറി ബുക്സ്, പിന്നെ മെമ്മോറാൻഡം ബുക്സ്. അപ്പോൾ ഇതിൽ പ്രൈമറി ബുക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാങ്കിങ്ങിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് വരുന്ന 2 ബുക്സിനെയാണ് പ്രൈമറി ബുക്സ് എന്ന് പറയുന്നത്. പിന്നെ സബ്സിഡിയറി ബുക്സ് ബാങ്കിൽ നിലനിൽക്കാൻ കാരണം ബാങ്ക് ഒരുപാട് തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യുന്നുണ്ട്. ലോൺസ്, ക്യാഷ് ആവാം, അതുപോലെ ക്രെഡിറ്റ്, അങ്ങനെ പല രീതിയിലുള്ള ട്രാൻസാക്ഷൻസും ബാങ്ക് ഡീൽ ചെയ്യുന്ന കാരണം ബാങ്കിന് ഒരുപാട് സബ്സിഡിയറി ബുക്സ് ഉണ്ട്. ഇപ്പോൾ ജനറലായിട്ട് ഒരു കമ്പനിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് ബുക്ക്, സെയിൽസ് ബുക്ക് അങ്ങനെയൊക്കെ കാണും. പക്ഷെ ബാങ്കിന്റെ കേസിൽ വരുമ്പോൾ ഒരുപാട് ഇതുപോലത്തെ ബുക്സും ലെഡ്ജേഴ്സിന്റെയും ആവശ്യം വരുന്നുണ്ട്. അത് നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം സബ്സിഡിയറി ബുക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സബ്സിഡിയറി ബുക്സ് എക്സിസ്റ്റ് ചെയ്യാനുള്ള കാരണം ന്യൂമറസ് ട്രാൻസാക്ഷൻസ്, പല രീതിയിൽ പല ടൈപ്പിലുള്ള ട്രാൻസാക്ഷൻസ് ബാങ്ക് നടത്തുന്ന കാരണമാണ് ബാങ്കിന് ഒരുപാട് സബ്സിഡിയറി ബുക്സ് ഉണ്ടാവാനുള്ള കാരണം. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സിഡിയറി ബുക്സ് എന്ന് പറയുന്നതാണ് റിസീവിങ് കാഷ്യേഴ്സ് കൗണ്ടർ ക്യാഷ് ബുക്ക്. അതായത് നമ്മൾ ബാങ്കിൽ കണ്ടിട്ടുണ്ട് കൗണ്ടറിൽ ഒരു കാഷ്യർ ഇരിക്കുന്നുണ്ടാവും.
അപ്പൊ ഈ ക്യാഷ്യറിന് ആളുടെ കയ്യിലേക്ക് റിസീവ് ചെയ്യുന്നത്, ആൾക്കാർ ഡെപ്പോസിറ്റ് ഇടാനോ മറ്റൊരാൾക്ക് പേയ്മെന്റ് നടത്താനോ എന്ന് പറഞ്ഞ് വന്ന് കൗണ്ടറിലൂടെ നമുക്ക് തരുന്ന ക്യാഷ്, ആ ക്യാഷിന്റെ വരവ് റിസീവിങ് ആസ്പെക്ട് മാത്രമാണ്. റിസീവിങ് ആസ്പെക്ട് റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ളതാണ് റിസീവിങ് കാഷ്യർ കൗണ്ടർ ക്യാഷ് ബുക്ക്. ഇനി അതുപോലെ പേയിങ് കാഷ്യർ കൗണ്ടർ ക്യാഷ് ബുക്ക്, അതായത് പേയ്മെന്റിന്റെ, നമ്മുടെ ബാങ്കിൽ നിന്ന് കസ്റ്റമറിലേക്ക് പോയ പേയ്മെന്റ് ട്രാൻസാക്ഷൻസിന്റെ എൻട്രീസ് റെക്കോർഡ് ചെയ്യാനുള്ളതാണ് പേയിങ് കാഷ്യർ കൗണ്ടർ ക്യാഷ് ബുക്ക്. അപ്പോൾ ഇത് ചിലപ്പോൾ ഒരേ ആള് തന്നെയായിരിക്കും ഇതിൽ രണ്ടിലും റെക്കോർഡ് ചെയ്യേണ്ടത്. അല്ല, നമ്മുടെ ഒരു വലിയ ബ്രാഞ്ചാണ്, റിസീവിങ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡീൽ ചെയ്യണേ, പേയ്മെന്റ് വേറെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഡീൽ ചെയ്യണമെങ്കിൽ അത് രണ്ട് ബുക്സ് ആയിട്ട് കീപ്പ് ചെയ്ത് രണ്ടാൾക്കാരായിരിക്കാം അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇനി വരുന്നതാണ് സെക്ഷണൽ ക്യാഷ് ബുക്ക്. ഇപ്പൊ ഞാൻ പറഞ്ഞു വലിയൊരു ബാങ്ക് ആണ്, വലിയൊരു ബ്രാഞ്ച് ആണ്, കുറെ കസ്റ്റമേഴ്സ് വരുന്നതാണ്. അപ്പോ ഒരു സിംഗിൾ സെക്ഷൻ ആണ് ആക്സെപ്റ്റിങ്ങിനും ഡെപ്പോസിറ്റിങ്ങിനും അതുപോലെ പേയ്മെന്റ്സിനും ഒക്കെ എങ്കിൽ വലിയൊരു ക്യൂവും കുറെ ആൾക്കാരും ഫ്രസ്ട്രേഷനും ഒക്കെ നമ്മൾ അവിടെ ബാങ്കിൽ നമ്മൾ കാണേണ്ടി വരും. ഇപ്പൊ നമ്മൾ തന്നെ ചെറിയൊരു ബാങ്ക് വിസിറ്റ് ചെയ്യണം, തിരക്കുള്ള ഒരു ദിവസമാണെങ്കിൽ നമുക്ക് തന്നെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് നമ്മളവിടെ ചെന്ന് ഇങ്ങനെ ഡിലേ വരുമ്പോൾ. അപ്പോൾ സെക്ഷണൽ ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് ചില വലിയ ബ്രാഞ്ചുകളിൽ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്കിന്റെ ആക്ടിവിറ്റീസിനെ ഇവര് പല സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ റിസീവിങ്ങിന് ഒരു സെക്ഷൻ, പേയിങ്ങിന് ഒരു സെക്ഷൻ, ഇനി ക്യാഷ് വിഡ്രോവൽസിന് ഒരു സെക്ഷൻ, ലോണിന് ഒരു സെക്ഷൻ, അങ്ങനെ. അപ്പോൾ അതാത് സെക്ഷനിൽ വരുന്ന ക്യാഷ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനാണ് സെക്ഷണൽ ക്യാഷ് ബുക്ക്. പിന്നെ വരുന്നതാണ് ക്യാഷ് ബാലൻസ് ബുക്ക്. അത് നമ്മുടെ ജനറൽ ആയിട്ട് എല്ലാ ക്യാഷ് എൻട്രീസും കൂടി എൻ്റർ ചെയ്യുന്നു. ഇനി കറന്റ് അക്കൗണ്ട് ലെഡ്ജർ. കറന്റ് അക്കൗണ്ട് ലെഡ്ജറിലാണ് നമ്മൾ നമ്മുടെ ബാങ്കിൽ കറന്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ കറന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂഷ്വലി അത് ട്രേഡ് ബിസിനസ് അങ്ങനെയുള്ള പ്രൊഫഷനിലുള്ളവരായിരിക്കും അത് യൂസ് ചെയ്യേണ്ടത്. കാരണം അതിന് ട്രാൻസാക്ഷൻ ലിമിറ്റ് ഇല്ല. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് അതിൽ ഒരു ദിവസം ട്രാൻസാക്ട് ചെയ്യാം. അതിന് ഇൻട്രസ്റ്റും കിട്ടുന്നില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് ഡിസഡ്വാൻറ്റേജും കൂടി ഉണ്ട് അതിന്. അപ്പോൾ അങ്ങനെ ഒരു കറന്റ് അക്കൗണ്ട്, നമ്മുടെ ബാങ്കിലുള്ള കറന്റ് അക്കൗണ്ടുകളുടെ ലിസ്റ്റ് സൂക്ഷിക്കുന്നതാണ് കറന്റ് അക്കൗണ്ട് ലെഡ്ജേഴ്സിൽ. നെക്സ്റ്റ് വൺ വരുന്നതാണ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്. കറന്റ് അക്കൗണ്ട് കേസ് പറഞ്ഞ പോലെ തന്നെ സേവിങ്സ് അക്കൗണ്ട് ഉള്ള എല്ലാ സേവിങ്സ് അക്കൗണ്ട് ഡീറ്റെയിൽസും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ലെഡ്ജറിലാണ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. ഇനി വരുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ലെഡ്ജർ. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ലെഡ്ജറിൽ സെയിം റീസൺ തന്നെ. ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് എന്തോരുണ്ട്, അത് ആരുടെയൊക്കെയാണ്, അതുപോലെ അതിന് ഇൻട്രസ്റ്റ് എത്ര കിട്ടുന്നുണ്ട്, അതിലിപ്പോ എന്തോരം ഫണ്ട് ഉണ്ട്, അതിന് അവരെന്തോരം വിഡ്രോ ചെയ്തു, മെച്യൂരിറ്റി ആവാറായോ, മെച്യൂരിറ്റി ഡേറ്റ് എന്നാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ലെഡ്ജറിൽ വരുന്നത്. പിന്നെ ഇനി വരുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ലെഡ്ജേഴ്സ്. ഇൻവെസ്റ്റ്മെന്റ് ലെഡ്ജേഴ്സിൽ ബാങ്കിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് എവിടെയൊക്കെയാണ്? ബാങ്കിന് അവരുടെ ഫണ്ട് ഞാൻ പറഞ്ഞല്ലോ ലെൻഡിങ് ആണ്, ക്രെഡിറ്റ് ആയിട്ട് മാത്രമല്ല, ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെന്റ്. ബാങ്കിങ് റെഗുലേഷൻസ് ആക്ട് ഡെഫിനേഷനിൽ ഉണ്ട് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റിംഗ്. അപ്പോൾ ബാങ്ക് അവരുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ബോണ്ടിലോ സെക്യൂരിറ്റീസിലോ ഒക്കെ ആവാം. അങ്ങനെ എവിടെയൊക്കെയാണ് ബാങ്കിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് കെടുക്കുന്ന ഉള്ള ഡീറ്റെയിൽസ് അടങ്ങിയിരിക്കുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് ലെഡ്ജർ. ഇനി ഇൻവെസ്റ്റ്മെന്റ് ലെഡ്ജേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ലോൺ ലെഡ്ജർ ആണ്. അപ്പൊ ലോൺ ലെഡ്ജറിൽ ഇതേപോലെ തന്നെ ലോണിന്റെ ഡീറ്റെയിൽസ്, ആർക്കൊക്കെയാണ് ലോൺ കൊടുത്തേക്കുന്നത്, അതിന് എന്തൊക്കെ സെക്യൂരിറ്റി കിട്ടി, എത്രയാണ് ലോണിന്റെ റേറ്റ്, എത്ര നാളത്തേക്കാണ് ടേം, അതൊക്കെ ഡീറ്റെയിൽസ് അടങ്ങിയിരിക്കുന്നതാണ് ലോൺ ലെഡ്ജർ. പിന്നെ വരുന്നത് ബിൽസ് ഡിസ്കൗണ്ടഡ് ആൻഡ് പർച്ചേസ് ലെഡ്ജർ. ബിൽസ് എന്ന് പറയുന്നത് ബാങ്കിന്റെ ഒരു വലിയ ഫംഗ്ഷൻ തന്നെയാണ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പോൾ ഞാൻ ഒരാൾക്ക് കാശ് കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രാഫ്റ്റ് ചെയ്യും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഞാൻ താങ്കൾക്ക് ഒരു 10,000 ആണെങ്കിൽ 10,000 എമൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യും. ഈ ബില്ല് ആൾക്ക് എന്ത് ചെയ്യാം, ഈ മെച്യൂരിറ്റി ഡേറ്റ് കഴിയുമ്പോൾ ബാങ്കിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ട് എടുക്കാം. അപ്പൊ അതിനാണ് ബില്ല് ഡിസ്കൗണ്ടഡ് ആൻഡ് പർച്ചേസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ബില്ല് ഡിസ്കൗണ്ട് നമ്മൾ എന്തോരം ബില്ല് ഡിസ്കൗണ്ട് ചെയ്തു, ആരുടെയൊക്കെയാണ് ചെയ്തത്, അതിന്റെ മെച്യൂരിറ്റി ഡേറ്റ്സ് എന്താണ്. ഇപ്പൊ ബില്ല് മെച്യൂരിറ്റി ഡേറ്റ് എത്തുന്നതിന് മുന്നേ നമുക്ക് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ടൈം ആവുമ്പോൾ ബാങ്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി കസ്റ്റമറിന്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാണ് സാധാരണ ചെയ്യാറ്. അപ്പൊ അങ്ങനെ എന്തോരം നമുക്ക് കസ്റ്റമേഴ്സ് കൊണ്ട് ബില്ല് തന്നിട്ടുണ്ട്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതാണ് ബിൽസ് ഡിസ്കൗണ്ടഡ് ആൻഡ് പർച്ചേസ് ലെഡ്ജർ. ബിൽസ് ഡിസ്കൗണ്ടഡ് ആൻഡ് പർച്ചേസ് ലെഡ്ജർ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് വരുന്നതാണ് ക്യാഷ് ക്രെഡിറ്റ് ലെഡ്ജർ. ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ലിമിറ്റിൽ നമ്മൾ ഒരാൾക്ക് ഒരു ഫോർ എ ഷോർട്ട് പീരിയഡ്
ഫണ്ട് ലെൻഡ് ചെയ്യാണ്. അങ്ങനത്തെ ക്യാഷ് ക്രെഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ക്യാഷ് ക്രെഡിറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ക്യാഷ് ക്രെഡിറ്റ് ലെഡ്ജർ. പിന്നീട് വരുന്നതാണ് പ്രൈവറ്റ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ലെഡ്ജർ. ഇതിൽ ബാങ്കിന്റെ ബാക്കിയുള്ള സോഴ്സസ് ഓഫ് ഇൻകം ആണ് റെക്കോർഡ് ചെയ്യുന്നത്. ബാങ്കിന്റെ സോഴ്സസ് ഓഫ് ഇൻകം നമ്മൾ ഈ ലെൻഡ് ചെയ്യുന്ന മണിയിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് മാത്രമല്ല, ഓപ്പറേറ്റിംഗ് ഫീസ് ഉണ്ടാവാം, ആപ്ലിക്കേഷൻ ഫീസസ് ഉണ്ടാവാം, അങ്ങനെ പലതരത്തിലുള്ള ഫീയും, ഇപ്പൊ ATM കാർഡ്സ് ആണെങ്കിൽ അതിന്റെ ഫീ, അങ്ങനെ പല ഫീസും ബാങ്കിന്റെ പ്രോഫിറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ ബാങ്കിന് പല ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഉണ്ടാവാം, സ്റ്റേഷനറി, അതുപോലെ ബാങ്കിന്റെ ആക്ടിവിറ്റീസ്, അപ്രൈസിൽ, അവര് എക്സ്റ്റേണൽ സ്റ്റാഫിന് കൊടുക്കുന്ന ഫണ്ട്, അതൊക്കെ ഏതിൽ വരും? പ്രൈവറ്റ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ലെഡ്ജർ എന്ന ബുക്കിലാണ് വരിക. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടതൊക്കെയാണ് ബാങ്കിന്റെ സബ്സിഡിയറി ബുക്സ്. ഇനി നമുക്ക് ബാങ്കിന്റെ പ്രിൻസിപ്പൽ ബുക്സ് ഏതൊക്കെയാന്ന് നോക്കാം. പ്രിൻസിപ്പൽ ബുക്സ് എന്ന് പറയുന്നതാണ് ബാങ്ക് മെയിൻ ആയിട്ട് കീപ്പ് ചെയ്യേണ്ട ബുക്സ്. അപ്പൊ പ്രിൻസിപ്പൽ ബുക്കിൽ ആദ്യം തന്നെ വരുന്നതാണ് ജനറൽ ക്യാഷ് ബുക്ക്. ഈ ജനറൽ ക്യാഷ് ബുക്ക് എന്നുള്ള ടേമിൽ തന്നെ ഉണ്ട്, അത് എന്താ, ജനറൽ കോമൺ ആയിട്ടുള്ള ഒരു പേർപ്പസിന് ഉപയോഗിക്കുന്ന രീതിയിലാണ്. അപ്പൊ ജനറൽ ക്യാഷ് ബുക്കിലാണ് ടോട്ടൽ ക്യാഷ് കളക്ഷൻസ് ആൻഡ് ടോട്ടൽ ക്യാഷ് പേയ്മെന്റ്സ്, അതായത് ബാങ്കിന്റെ എല്ലാ ക്യാഷ് കളക്ഷൻസും എല്ലാ ക്യാഷ് പേയ്മെന്റ്സും റെക്കോർഡ് ചെയ്യുന്നത് എവിടെയാണ്? ജനറൽ ക്യാഷ് ബുക്കിലാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് അതർ ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് ഫോർ ദ ഡേ. അപ്പോൾ ബാക്കി ക്യാഷിന്റെ രീതിയിൽ ആക്സെപ്റ്റിങ്ങും ഡെപ്പോസിറ്റിങ്ങും അല്ലാണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഓപ്പറേറ്റിംഗ് ഫീസ്, അങ്ങനെ എക്സ്പെൻസസ്, അതെല്ലാം ഏതിൽ വരും? ജനറൽ ക്യാഷ് ബുക്കിൽ വരും. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ബോർഡ് ഹെഡ്സ് ഓഫ് ഡിഫറെന്റ് ഡേ ബുക്സ് ആൻഡ് ജേണൽ. ഡിഫറെന്റ് ഡേ ബുക്സും ജേണൽസുമായിട്ട് ഈ ഒരു ജനറൽ ക്യാഷ് ബുക്കിനെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിൽ ഇതിനെ ചെയ്തേക്കണ കാരണം ഒരു ക്യാഷ് ബുക്കിന്റെയും ജേണലിന്റെയും ഫീച്ചേഴ്സ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ദ ജനറൽ ലെഡ്ജർ. ജനറൽ ലെഡ്ജർ എന്ന് പറയുന്നത് ബാങ്കിന്റെ അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ ഒരു കീ ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ജനറൽ ലെഡ്ജർ. അപ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് ദ ടോട്ടൽ അക്കൗണ്ട്സ് ഇൻ റെസ്പെക്ട് ഓഫ് സബ്സിഡിയറി ലെഡ്ജേഴ്സ്. നമ്മളിപ്പോൾ നേരത്തെ കണ്ട സബ്സിഡിയറി അക്കൗണ്ട്സ് ഉണ്ടല്ലോ, അതായത് നമ്മൾ പേയ്മെന്റിന്റെ കണ്ടു, അഡ്വാൻസസിന്റെ കണ്ടു, ലോൺ ലെഡ്ജേഴ്സ് കണ്ടു. അപ്പോൾ ഈ ലെഡ്ജേഴ്സിന്റെ എല്ലാം ടോട്ടലുകൾ അടങ്ങിയിട്ടുള്ളതാണ് ജനറൽ ലെഡ്ജറിൽ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സെൽഫ് ബാലൻസിങ് സിസ്റ്റം ഉണ്ട്. സെൽഫ് ബാലൻസിങ് സിസ്റ്റം നമുക്ക് അങ്ങനെ പഠിക്കാനില്ല, എന്നാലും സെൽഫ് ബാലൻസിങ് എന്ന് പറയുമ്പോൾ ഇതിൽ എല്ലാ ലെഡ്ജേഴ്സിന്റെയും എൻട്രീസ് ഒരുമിച്ച് വരുന്ന കാരണം ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതിന്റെ ടോട്ടൽ ആയത് നമുക്ക് ഇത് രണ്ട് സൈഡും, അതായത് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്ന കാരണം തന്നെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് വരുന്ന കാരണം ഓട്ടോമാറ്റിക്കലി അത് സെൽഫ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് കൂടിയാണ്. പിന്നെ എന്ന് പറയുന്നത് ഈ ജനറൽ ലെഡ്ജറിൽ നിന്ന് നമുക്ക് ട്രയൽ ബാലൻസ് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ട്രയൽ ബാലൻസ് എക്സ്ട്രാക്റ്റഡ് ഫ്രോം ഇറ്റ് എനേബിൾസ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ടു ബി പ്രിപ്പയർഡ് ക്വിക്ക്ലി ആഫ്റ്റർ പീരിയഡ് ക്ലോസ്. അപ്പോൾ ഒരു പീരിയഡ്, അത് ക്വാർട്ടർ ആവാം, ഹാഫ് ഇയർലി ആവാം, അല്ലെങ്കിൽ ഇയർലി ആവാം, അങ്ങനെ അത് ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ജനറൽ ലെഡ്ജറിൽ നിന്ന് എന്ത് ചെയ്യാം? ജനറൽ ലെഡ്ജറിൽ നമ്മൾ പറഞ്ഞു എല്ലാ അക്കൗണ്ട്സിന്റെയും ടോട്ടലുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് ജനറൽ അക്കൗണ്ടിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഒരു ട്രയൽ ബാലൻസ് നമുക്ക് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് മെമ്മോറാൻഡം ബുക്സ് ആൻഡ് രജിസ്റ്റേഴ്സ് ആണ്. അപ്പൊ നമ്മൾ പ്രൈമറി ബുക്സിൽ നമ്മൾ കണ്ടു, രണ്ട് പ്രൈമറി ബുക്സ് ആണുള്ളത്, ജനറൽ ക്യാഷ് ബുക്കും ജനറൽ ലെഡ്ജറും. അത് നമ്മൾ നോക്കി അതിൽ എന്തൊക്കെയാണ് ഐറ്റംസ് വരാവുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് വരുന്നതാണ് മെമ്മോറാൻഡം ബുക്സ്. മെമ്മോറാൻഡം ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായിട്ട്, അതായത് ബാങ്കിങ്ങിന്റെ ഒരു സ്ട്രക്ചർ പ്രകാരം ബാങ്കിങ്ങിൽ ആവശ്യമുള്ള കുറച്ച് ബുക്സ് ആണ് മെമ്മോറാൻഡം ബുക്സ്. അപ്പോൾ ഈ മെമ്മോറാൻഡം ബുക്സിൽ ആദ്യം വരുന്നതാണ് ബിൽ, രജിസ്റ്റേഴ്സ് ആൻഡ് ഡയറീസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ലെഡ്ജർ കണ്ടായിരുന്നു, ബിൽസ് പേബിൾ, ബിൽസ് റിസീവബിൾ, ബിൽസ് ഫോർ കളക്ഷൻ, ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഇതേപോലത്തെ ഫംഗ്ഷനുള്ള വേറൊരു ബുക്കാണ് ബിൽ, രജിസ്റ്റേഴ്സ് ആൻഡ് ഡയറീസ്. പിന്നെ വരുന്നതാണ് ഷോർട്ട് ബിൽസ് ഫോർ കളക്ഷൻ. ഷോർട്ട് ബിൽസ് ഫോർ കളക്ഷൻ എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കുന്നതാണ്, ഈ ബില്ല് മെച്യൂരിറ്റി ആവുമ്പോൾ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്തോളാൻ പറഞ്ഞിട്ട്, അതാണ് ബിൽസ് ഫോർ കളക്ഷൻ. ഈ ഷോർട്ട് ബിൽസ് ഫോർ കളക്ഷൻ ഇങ്ങനത്തെ ഈ ടൈപ്പ് ബിൽസിനെയാണ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ആക്സെപ്റ്റൻസ് രജിസ്റ്റേഴ്സ് ആൻഡ് ഡയറീസ്, അത് നമ്മുടെ ഷോർട്ട് ബിൽസ് റിസീവബിൾസിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഇതുപോലെ ബിൽസിന്റെ കേസും തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ സേഫ് കസ്റ്റഡി രജിസ്റ്റേഴ്സ്. സേഫ് കസ്റ്റഡി രജിസ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബാങ്കിന്റെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ്
സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് നമ്മുടെ ഗോൾഡോ നമ്മുടെ മറ്റ് പ്രഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐറ്റം നമുക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊടുക്കാം. നമുക്ക് അവിടെ ഡെപ്പോസിറ്റ് ബോക്സസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഡെപ്പോസിറ്റ്സ് ആരുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയോ, അതുപോലെ എന്താണ് നമ്മൾ ഡെപ്പോസിറ്റുകൾ ചാർജ് ചെയ്യുന്ന ഫീസ്, ഈ ഡെപ്പോസിറ്റ്സ് അവര് എപ്പോഴൊക്കെ ആക്സസ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെയാണ് സേഫ് കസ്റ്റഡി രജിസ്റ്ററിൽ വരുന്നത്. പിന്നെ വരുന്നതാണ് സെക്യൂരിറ്റീസ് രജിസ്റ്റർ. സെക്യൂരിറ്റി രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിന്റെ സെക്യൂരിറ്റി ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് അതിലുള്ളത്. പിന്നെ സ്റ്റാൻഡിങ് ഓർഡർ ബുക്സ്. ബാങ്കിന് ഒരു ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ബാങ്കിന് ഒരു സ്റ്റാൻഡിങ് ഓർഡർ കൊടുക്കുകയാണ്, എൻ്റെ റെന്റ് ഇന്ന ദിവസം അടച്ചോളോ, എൻ്റെ അക്കൗണ്ടിൽ സാലറി വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ബാങ്ക് എന്ത് ചെയ്തു, നമ്മുടെ ഏജന്റായി ആക്ട് ചെയ്ത് നമുക്ക് വേണ്ടി ആ റെന്റ് നമ്മൾ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ ഫംഗ്ഷനാണ് നമ്മൾ പറയാ സ്റ്റാൻഡിങ് ഓർഡർ. ഓർഡർ ഫോർ പേയ്മെന്റ് ആണത്. അപ്പൊ അങ്ങനത്തെ ഓർഡർ ഫോർ പേയ്മെന്റ്സ് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് സ്റ്റാൻഡിങ് ഓർഡർ ബുക്ക്. പിന്നെ സ്പെസിമെൻ സിഗ്നേച്ചർ ബുക്ക്. സ്പെസിമെൻ സിഗ്നേച്ചർ ബുക്കിൽ നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആൾക്കാരുടെ സിഗ്നേച്ചർ കളക്ട് ചെയ്യും. ഈ സിഗ്നേച്ചർ കളക്ട് ചെയ്ത് വെക്കുന്നത് ഫ്യൂച്ചറിൽ ഒരു റിവ്യൂ നടത്തേണ്ടി വരികയാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു സിഗ്നേച്ചറിന്റെ ഒത്തന്റിസിറ്റി നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഈ രജിസ്റ്റർ ഉപയോഗിച്ച് അതിൽ നമുക്ക് രണ്ട് സിഗ്നേച്ചേഴ്സും ക്രോസ് മാച്ച് നോക്കാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഈ സ്പെസിമെൻ സിഗ്നേച്ചർ രജിസ്റ്ററിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം മെമ്മോറാൻഡം ബുക്സ് ഏതൊക്കെയാണ്. ബിൽ രജിസ്റ്റേഴ്സ് ആൻഡ് ഡയറീസ്, ഷോർട്ട് ബിൽസ് റിസീവബിൾ, ആക്സെപ്റ്റൻസ് രജിസ്റ്റേഴ്സ്. ഇതൊക്കെ ബില്ലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ വരുന്നതാണ് സേഫ് കസ്റ്റഡി. നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഗോൾഡ്, അതുപോലെ ആൾക്കാരുടെ ബാക്കി പ്രഷ്യസ് ആയിട്ടുള്ള ഐറ്റംസിനെ നമ്മൾ ലോക്കറിൽ വെച്ചിരിക്കുന്ന ഐറ്റംസിന്റെ ഡീറ്റെയിൽസ്. പിന്നെ ബാങ്കിന്റെ സെക്യൂരിറ്റീസിന്റെ ഡീറ്റെയിൽസ് ആണ് സെക്യൂരിറ്റി രജിസ്റ്റേഴ്സിലുള്ളത്. അതുപോലെ സേവിങ് ഓർഡേഴ്സ്, ബാങ്കിന് ഒരു കസ്റ്റമർ പറയാണ് റെന്റ് അടച്ചോളോ അങ്ങനെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേയ്മെന്റ് ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ ആ ഓർഡേഴ്സിന്റെ ഒക്കെ വരുന്നതാണ് സ്റ്റാൻഡിങ് ഓർഡർ ബുക്കിൽ. പിന്നെ സ്പെസിമെൻ സിഗ്നേച്ചർ രജിസ്റ്റർ. സ്പെസിമെൻ സിഗ്നേച്ചർ രജിസ്റ്ററിലാണ് എല്ലാവരുടെയും സിഗ്നേച്ചേഴ്സ് റെക്കോർഡ് ചെയ്യുന്നത്, സേവിങ്സ് അക്കൗണ്ടിന്റെ ഡെപ്പോസിറ്റ്സിന്റെ ഒക്കെ. അപ്പോൾ അത് ഫ്യൂച്ചറിൽ നമുക്ക് ക്രോസ് റെഫറൻസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അതിന് ഉപയോഗിക്കാനായിട്ട്.